നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്തോ മനോരമ ന്യൂസിനകത്തോ ഏതോ ഒരു ചാനലിനകത്ത് ഷാനി പ്രഭാകരന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, പറയാതെ വയ്യാന്ന്. ഇതൊക്കെ കണ്ട എങ്ങനെ പറയാതിരിക്കാനാ എൻ്റെ ദൈവമേ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന്റെ പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 4 വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിൽ കേരളത്തിലെ സ്കൂളുകളിൽ സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നു. പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് എറണാകുളത്താണ്. പിന്നീട് 4 വർഷത്തിൽ ഓരോ 4 വർഷം കൂടുമ്പോഴും കേരളത്തിൽ സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കും എന്നാണ് പറഞ്ഞത്. എന്ത് കാര്യത്തിനാണ് ഈ ശിവൻകുട്ടി ചേട്ടാ ഇതൊക്കെ നടക്കുന്നത്? ഈ 4 വർഷത്തെ പീരീഡിനുള്ളിൽ തന്നെ ഒരു നല്ല വിഭാഗം പിള്ളേരും പഠിച്ചിറങ്ങിപ്പോവും. എവിടെ ഏത് ഏജ് കാറ്റഗറിയിൽ ഇവന്മാർ ഇത് പരിപാടി നടത്തും? LP സ്റ്റുഡൻസ് 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ ഓക്കെ. UP സ്റ്റുഡൻസ് 5-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ. വളരെ നല്ല കാര്യം. HS സ്റ്റുഡൻസ് 8-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ 3 ബാച്ച്. പിന്നെ +1 +2 അടുത്ത ബാച്ച്. ഇവിടെ ഏത് ഏജ് കാറ്റഗറി എങ്ങനെ കൊണ്ടുവച്ച് ഇവന്മാർ നടത്താനാണ്? 4 വർഷം സ്കൂൾ മീറ്റ് പൊളിച്ചടിക്കേട്ടുണ്ട്. ഈ സ്കൂളിൽ ഒളിമ്പിക്സ് മാതൃകയിൽ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് ആനുവലി മാക്സിമം 2 വർഷത്തിൽ ഒരു വട്ടമൊക്കെ നടത്തണം. അതും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് 4 വർഷത്തിൽ ഒരു മീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ ഒരു സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കാന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ട്? ഇതിന്റെ പേരിൽ കുറെ ഫണ്ട് മുക്കുക, അല്ലാതെ എന്ത് പ്രയോജനം ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നല്ല വിഭാഗം പിള്ളേർ 4 വർഷം ആകുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോകത്തില്ലേ? അല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകത്തില്ലേ? പിന്നെ എന്താണ് ഇതുകൊണ്ട് കാര്യം? മറ്റേ ഹാഷിർ പറയുന്നില്ല, എന്ത് തേങ്ങ ഉമ്മര് കാണിക്കുന്നത്, എന്തിനാണോ എന്തോ ഇങ്ങനെ പടച്ച് വിട്ടേക്കുന്നതിനെയൊക്കെ.